ഡൽഹിയിൽ കോൺഗ്രസിനേറ്റ തെരഞ്ഞെടുപ്പ് തോൽവി ആഘോഷമാക്കുകയാണ് നാട്ടിലെ ഇടതുപക്ഷം. തുടർച്ചയായി മൂന്നാം വട്ടവും ഒരു MLA പോലും ഡൽഹിയിൽ നിന്ന് നിയമസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഇക്കുറി മിനിമം 10 പേരെങ്കിലും ജയിപ്പിക്കുമെന്നാണ് ഡൽഹിയിലെ കോൺഗ്രസ് ഉറപ്പു പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കം നിരവധി നേതാക്കന്മാർ ഡൽഹിയിൽ കളം നിറഞ്ഞു കളിച്ചു എങ്കിലും 0 എന്ന നമ്പറിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ ഡൽഹിയിലെ കോൺഗ്രസിന് സാധിച്ചില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സൈബർ ഇടങ്ങളിൽ ഇടതു സഖാക്കന്മാർ കോൺഗ്രസിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. ഡൽഹിയിൽ BJP അധികാരത്തിൽ എത്തിയതിന്റെ ആശങ്കയേക്കാൾ ഉപരി കോൺഗ്രസിന്റെ തോൽവിയാണ് ഇടതു സഖാക്കന്മാരെയും സൈബർ സഖാക്കന്മാരെയും ആനന്ദിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അതേസമയം ഇടതു പാർട്ടികൾ ഡൽഹിയിൽ മത്സരിച്ചു. അവരുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ കണക്കുകൾ ഇടതു പാർട്ടികൾ സ്വയം വിമർശനത്തിന് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് നല്ലത്. എന്നിട്ട് മതി കോൺഗ്രസിനെ കളിയാക്കാൻ എന്നാണ് പറയാനുള്ളത്. വോട്ടിംഗ് ശതമാനത്തിൽ ചെറുതാണെങ്കിലും വർധനവുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചത് നേട്ടം തന്നെയാണ്. പ്രതികൂല സാഹചര്യത്തിലാണ് ഈ നേട്ടം എന്നതും കാണേണ്ട കാര്യവുമാണ്. ഇടതു പാർട്ടികളുടെ പ്രകടനമോ അതൊന്നു നോക്കാം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശും നഷ്ടപ്പെട്ട് നോട്ടയ്ക്കും പിന്നിലായിട്ടാണ് ഇടതു പാർട്ടികൾ ഫിനിഷ് ചെയ്തത്. രാജ്യ തലസ്ഥാനത്ത് 8 മണ്ഡലങ്ങളിലാണ് ഇടതു പാർട്ടികൾ മത്സരിക്കാൻ ഇറങ്ങിയത്. പക്ഷേ ഒറ്റ മണ്ഡലത്തിൽ പോലും 1000-ന് മുകളിൽ വോട്ട് നേടാൻ ഇടതു പാർട്ടികൾക്കായിട്ടില്ല. ആ ഇടതു പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശോചനീയ പ്രകടനത്തിന് വിമർശിക്കാൻ ഇറങ്ങിയത്. വികാസ്പുരിയിൽ മത്സരിച്ച CPI സ്ഥാനാർത്ഥിയും മലയാളിയുമായ ഷിജോ വർഗീസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. 611 വോട്ടുകളാണ് ഈ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. എന്നാൽ ആ മണ്ഡലത്തിൽ 1127 വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചു എന്നതും കാണേണ്ട കാര്യമാണ്. 4 മണ്ഡലങ്ങളിലാണ് CPI മത്സരിച്ചത്. CPM-ഉം CPML-ഉം 2 വീതം മണ്ഡലങ്ങളിൽ മത്സരിച്ചു. കറാവൽ നഗറിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥി 457 വോട്ടാണ് നേടിയത്. ഇതാണ് CPM-ന് കിട്ടിയ ഏറ്റവും വലിയ വോട്ട്. എന്നാൽ നോട്ടയ്ക്ക് 709 വോട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട്. കോണ്ട്ലിയിൽ മത്സരിച്ച CPML-ന്റെ അമർജീത് പ്രസാദിനോ ആകെ കിട്ടിയത് 100 വോട്ടുകൾ മാത്രമാണ്. അങ്ങനെ 2638 പേരാണ് CPI സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത്. എന്നാൽ CPI മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും കൂടി നോട്ട 5883 വോട്ടുകളും നേടിയിട്ടുണ്ട്. ഇടതു പാർട്ടികൾ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് നഷ്ടമായ കാര്യവും ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. സ്വന്തം കണ്ണിലെ പാര അതെടുത്തിട്ട് പോരെ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കാൻ എന്ന ചോദ്യമാണ് ഇടതു പാർട്ടികൾക്ക് മുന്നിൽ ഇപ്പോൾ വെക്കുന്നത്. വോട്ടിംഗ് ശതമാനം ഉയർത്തി തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കോൺഗ്രസ് പ്രകടമാക്കുമ്പോഴാണ് ദുരിതത്തിലേക്ക് കൂടുതൽ ഇടതു പാർട്ടികൾ അടുക്കുന്നത്.